ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ അതിരൂപതയുടെ അഭിമാന സ്ഥാപനമായ ചെമ്പേരിയിൽ പ്രവർത്തിക്കുന്ന കരുണാലയത്തിൻ്റെ സുവർണ ജൂബിലി അനുസ്മരിക്കുന്ന അവസരമാണല്ലോ. ഈ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് ആരംഭം കുറിച്ച വെള്ളപ്പള്ളി പിതാവിനെ സ്നേഹപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. രൂപതയിൽ ഈ സ്ഥാപനം ഉണ്ടാകുന്ന അവസരത്തിൽ പരിമിതികളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രയാസം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഈ കരുണാലയ എന്ന ഈ അഭിമാന സ്ഥാപനത്തിന് വെള്ളപ്പള്ളി പിതാവ് തുടക്കം കുറിച്ചത്. അതിന് പിതാവിനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം സഭയുടെ ഏറ്റവും വലിയ ദൗത്യം ആരോരുമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്ന, മറ്റുള്ളവരെ അവഗണിക്കുന്ന, മറ്റുള്ളവരെ ഉപേക്ഷിച്ചവരെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും നൽകുകയും ചെയ്യുന്നത് സഭയുടെ വലിയ ദൗത്യമാണ് എന്ന് ഉള്ള ബോധ്യമായിരുന്നു. ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനും ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈശോ സഭ സ്ഥാപിച്ചത്. ആ സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജനം പ്രഘോഷിക്കുക, പഠിപ്പിക്കുക, വിശദീകരിക്കുക, നയിക്കുക എന്നുള്ളതാണെന്ന് നമുക്കറിയാം. ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിൽ തീർച്ചയായിട്ടും ദൈവരാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ രൂപീകരിക്കുക എന്നുള്ളതാണ്. ആ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ദൈവരാജ്യം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ആ ദൈവരാജ്യത്തിൻ്റെ മുഖമുദ്രയായിട്ട്, ലക്ഷ്യമായിട്ട്, ദൈവത്തെ ഇഷ്ടം നിർവഹിക്കുന്നതിനുള്ള മാർഗരിയായിട്ട് നമുക്ക് ദൈവം നൽകിക്കുന്ന കൽപ്പനകളാണ് 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകൾ ആദ്യത്തെ ഭാഗം ദൈവോന്മുഖമായിട്ടുള്ളതും രണ്ടാമത്തെ ഭാഗം മനുഷ്യോന്മുഖമായിട്ടുള്ളതാണ്. അവസാനം നമ്മൾ ഇന്നും വെച്ച് പറയുന്നുണ്ട്, ഈ 10 കൽപ്പനകൾ 2 കൽപ്പനയിൽ സംഗ്രഹിക്കാവുന്നത്. അതായത് എല്ലാറ്റും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമത് തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ സഹോദരനെ സ്നേഹിക്കുക. എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടനുഭവിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ദൈവം അരൂപിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം നമ്മോട് പ്രകടിപ്പിക്കുന്നത്, നമ്മൾ ദൃശ്യമാകുന്നത് തൻ്റെ ചായയും സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സഹോദരന്മാരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്. ഈ വലിയ ദൗത്യം നിർവഹിച്ചിട്ടാണ് നമ്മൾ ദൈവരാജ്യം സ്ഥാപിക്കേണ്ടത്. പ്രകാരം പല വിധത്തിൽ ബുദ്ധിമുട്ടുകളും വേദനിക്കുന്ന ആരംഭമായിട്ട് സ്ഥാപിക്കേണ്ട ഈ കരുണാലയത്തിൻ്റെ ജൂബിലി കരുണാലയത്തിന് പ്രവർത്തനമഴയായിട്ട് ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നൽകുന്ന ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. ഈ സ്ഥാപനത്തിൻ്റെ ആരംഭം തുടങ്ങി പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് നമ്മൾ സഹായിച്ച ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ക്ലാര സിസ്റ്റേഴ്സായിരുന്നു. അതിനുശേഷം പലരും ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുകയും ഈ വലിയ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നത് അഗതികളുടെ സിസ്റ്റേഴ്സാണ്, SD സിസ്റ്റേഴ്സാണ്. അവരുടെ വലിയ ശുശ്രൂഷ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ സ്ഥാപനം ആരംഭിച്ചു തുടങ്ങി വളരെയധികം സ്നേഹത്തോട് ശുശ്രൂഷ ചെയ്ത എല്ലാ ഡയറക്ടർമാരെയും അനുസഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. ആദ്യമായിട്ട് അന്നത്തെ സാഹചര്യത്തിൽ വലിയ സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ കാര്യം മുൻഗണന കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭവനം നമ്മൾ നിർമ്മിച്ചിരുന്നു. കാലം മുൻപോട്ട് പോയപ്പോൾ കൂടുതൽ ആവശ്യം വന്നപ്പോൾ ഇന്ന് നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ കൂടി കിട്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആദ്യകാലത്ത് തന്നെ വെള്ളപ്പള്ളി പിതാവിന് മുൻകൊടുത്ത് കൊടുത്തപ്പോഴേക്കും പിതാവ് എന്തുമാത്രം മുൻഗണന കൊടുത്തിട്ടുണ്ട് ഒരു തെളിവാണ്. ഇന്നും ദൈവത്തിൻ്റെ കൃപയാലെ ഈ സ്ഥാപനം നാട്ടിൽ പ്രവർത്തിക്കുന്നതിനും എല്ലാം ഭംഗിയായിട്ട് ആവശ്യമുള്ളവർക്ക് സഹായം നൽകുന്നതിനും ആശ്വാസവും സഹായം നൽകുന്നത് സഹായം എത്തിച്ചു കൊടുക്കുന്നതിൽ സന്തോഷമുണ്ട്. അതിനിപ്പോൾ ഇന്നത്തെ പ്രിയപ്പെട്ട അധ്യക്ഷനെ പ്രത്യേകം അനുസ്മരിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം കൊണ്ട് ആ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് മറ്റുള്ളവർക്ക് തുണയാകുന്നതിന് സഹായമാക്കുന്നതിന് സ്ഥാപനം തുടർന്നും ഉപകരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ വത്സരം മക്കളനുസരിക്കുന്ന എല്ലാ അന്തേവാസികൾക്കും ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു.
ദൈവം നമ്മളെല്ലാവരെയും ധാരാളം പറ്റിക്കട്ടെ എന്നും എല്ലാ ആവശ്യത്തിലും ദൈവം എല്ലാവർക്കും തുണയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലും സംരക്ഷണവും ആശ്വാസം നൽകട്ടെ എന്ന് ആശംസയും ചെയ്യുന്നു.